ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇത് ആഗ്രഹിക്കാത്ത ലോകത്തൊരു മനുഷ്യനുമില്ല. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സമ്പത്തും എല്ലാം അതിലുണ്ട്. യേശുവിൻ്റെ സർവ്വ നന്മയാലും യേശുബ്രാൻ അനുഗ്രഹിക്കും. അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, സകല നന്മയും പിമ്പടയാന്ന് പറഞ്ഞേ. നമുക്ക് യേശുക്രിസ്തു എന്ന് പറഞ്ഞത് ഒരു മതത്തിൻ്റെ ദൈവമായിട്ട് കണക്കൂട്ടരുത്. നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. ലോകത്തിൻ്റെ ഒരേ ഒരു മഹാത്ഭുത. ഒരു കൂലിപ്പണിക്കാരൻ ആശാരിയായിട്ട് ഭൂമിയിൽ ജനിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിൻ്റെ ദിവസങ്ങൾ എണ്ണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, അപ്പോൾ നമ്മുടെ കണ്ണ് തുറന്ന് നമുക്ക് കോമൺ സെൻസ് ചിന്തിക്കുന്നവനെ ചിന്തിക്കാവുന്ന അത് ദൈവമാണ്. അല്ലാണ്ട് ഒരാളെ അങ്ങനെ ആവൂലല്ലോ, ആക്കാൻ പറ്റുമോ? യേശുവിൻ്റെ ശിഷ്യരെ എല്ലാം കൊന്നുകളഞ്ഞു. യോഹന്നാൻ സുവിശേഷകനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആ ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ദൈവം വിചാരിക്കാണ്ട് എല്ലാ മുഴങ്കാലും ആ മകൻ്റെ മുമ്പിൽ മുട്ട് മടക്കേണ്ട വരും. അപ്പോൾ നമ്മളിങ്ങനെ എതിർത്ത് നിന്ന് നെഗളിക്കാണ്ട് ആ യേശു വന്നത് എന്തിനാണ്, യേശു ആരാന്നൊന്ന് തിരക്കിയാൽ നമ്മുടെ ജീവിതത്തിനൊരു രക്ഷയാവുകയും. അപ്പോൾ ഒരു കൊച്ചനോട് പറഞ്ഞു, അതെ ഇവിടെ ഒന്ന് തുണിയെടുത്തതിന് കാശ് വേറെ വേണം. ഈ വീഡിയോ കാണുമ്പോൾ അരമണിക്കൂർ ഞങ്ങളെല്ലാം 10 മിനിറ്റ് ഞങ്ങൾ സുവിശേഷം കേട്ടോണ്ടിരിക്കും. അത് കഴിച്ച് തുണി കണ്ടു. ഇതിനൊക്കെ കാശ് ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ പോലെ. പൊന്നെ യേശുപ്പോൾ ഒന്നും പറയേണ്ട രസമാണ്. എല്ലാവരും ഒന്ന് ദിനവൃത്താന്തം 4:10 പറയാ, ദൈവമേ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ മതി. ഇങ്ങനെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെയായിരിക്കണം. ദൈവം നിശ്ചയമായും അനുഗ്രഹിച്ച്, ദൈവത്തിനോട് പറയും അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ആ കരക്കീഴിലങ്ങ് താണിരുന്നാൽ മതി. അനുഗ്രഹത്തിൻ്റെ പെരുമഴയായിരിക്കും. നമ്മുടെ അതിര് വിസ്താരമാക്കും. നമുക്ക് ഒരു വ്യസനകാരനാണ്. ദൈവം കൂടെ ഇരുന്നാൽ പിന്നെ വ്യസനകാരനെ ഇല്ല. അപ്പോൾ ഇതെപ്പോഴും ഓർത്തോണം. യേശുപ്പാ സ്തോത്രം. ദൈവത്തിനോട് കൂടെ ഇരുന്നാൽ കണ്ണീരിനാണെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൂടെ പോകേണ്ട വരും. കണ്ണീര് മാറ്റി ആനന്ദത്തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ് ഞാൻ ഇട്ടേക്കണ കോട്ടയാട്ടോ ആദ്യം കാണിക്കണേ. ഇതിലിപ്പോൾ എല്ലാവർക്കും ഇഷ്ടം നോയ കോട്ടയാണ്. ഇത് തന്നെ സ്വല്പം വ്യത്യാസമുള്ള ഡിസൈൻ. സെയിം കളറാട്ടോ ആദ്യം കാണിക്കണം. പക്ഷെ ഷോളൊക്കെ എൻ്റെക്കാലം ഗ്ലാമറാട്ടോ. പുതിയ ഐറ്റം ഇറങ്ങുമ്പോൾ ഒത്തിരി വ്യത്യാസപ്പെട്ടല്ലേ അവർ ഇത് കേട്ടോ. റേറ്റ് എത്ര? 1690 കേട്ടോ. നോയാക്കോട്ടയുടെ 1690. താഴെ നന്നായിട്ട് വർക്കുണ്ട്. സിൽക്ക്, സെമി സിൽക്ക് ബോട്ടാണ്. ഈ ബോട്ട് ചിലർ പറയും ഇത് പോളിസ്റ്ററാണ്. പോളിസ്റ്റർ അല്ല കേട്ടോ, ഇത് കൂടിയ തുണിയാട്ടോ. ഡയബിളാണ്. ഇത് ഡൈ ചെയ്യാൻ പറ്റിയ നമ്മൾ റണ്ണിങ് മുറിച്ചെടുക്കുമ്പോൾ ഇതിന് നല്ല വിലയുണ്ടെന്ന് വെച്ചാൽ 100 സംതിങ്. അപ്പോൾ ഡൈ ചെയ്യണ ഇതിങ്ങനെ ഞാൻ ടോൺ ഉണ്ടാക്കാൻ ഡൈ ചെയ്തേക്കണെയാണ്. അതിന് ചൂടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ബോട്ട എൻ്റെ നിൽക്കുക സെറ്റ്. ഇത് കണ്ടോ, നല്ല കളറാണ്. 1690. കോട്ടയുടെ നല്ല സെറ്റാണ്. നല്ല ലെങ്ത് കിട്ടും. താഴെ വർക്ക് കാണാലോ അല്ലേ? ഇത്രയും വീതിയിൽ. എൻ്റെ ഇത്രയും വീതി ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ കുറച്ചൊക്കെ ഷോളിൻ്റെ നടുക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഇത് ഇടാനും സുഖാട്ടോ. കനയില്ല, ചൂടില്ല. ഇങ്ങനെ നൈസ് മെറ്റീരിയലല്ലേ. ചൂടൊക്കെ പോകും. കോട്ടൺ ലൈനിങ്ങാണ് ഞാനിട്ടേക്കണം. കോട്ടൺ ഇട്ടാൽ നെല്ലടിക്കുക. അത്രയും നെല്ലടിച്ചാൽ ആ സാരില്ല. ഇച്ചിരി നെല്ലടിച്ചാലും എനിക്ക് ക്രേപ്പ് പറ്റില്ല. എനിക്ക് കോട്ടൺ ലൈനിങ് വേണം. അപ്പോൾ ക്രേപ്പ് വേണ്ടവർക്ക് ക്രേപ്പ് ഇട്ടാൽ കുഴപ്പമില്ലാത്തവർക്ക് ക്രേപ്പ് ഇടാം. 1690 ഉള്ളൂ. നല്ല ബേജ് കളർ. ബേജ് ഗോൾഡൻ്റെ ലൈറ്റ് ബേജ് കളർ, കറക്റ്റ് ബേജ് കളറാണ്. എല്ലാം നല്ല ചാർട്ടാണ് കേട്ടോ. നല്ല പേസ്റ്റ് ചാർട്ട്. വേണ്ട നീളമുണ്ട്. ഇതുകൊണ്ട് 1690 ഉള്ളൂ വില. അടിപൊളി ഇത് കേട്ടോ.
അതിമനോഹരമായ സെറ്റുകളാണ് 1690. നല്ല കളർ കേട്ടോ. ഇതിനെന്നാ പറയുന്നത്, ഞാവലിൻ്റെ കളറോ ലൈറ്റ്, ഇതെന്നാ ലൈലാക്കിൻ്റെ ലൈറ്റ് മെറൂണോ, അല്ല ഇതിനെന്നാ കളർ, മെറൂണൊന്നും അല്ല കേട്ടോ. ഒരു നല്ല ന്യൂ ഷെയ്ഡാണ്, സൂപ്പർ കളറാണ്. ഇപ്പോൾ എല്ലാ സെറ്റിലും ഈ കളറും ഉണ്ട്. ഇപ്പോഴത്തെ ഫാഷൻ കളറാട്ടോ. നല്ല രസമില്ലേ, നല്ലൊരു ന്യൂ ഷെയ്ഡാണ്. ഇത് കണ്ടോ, സിൽക്ക് ഓർഗൻസ. സിൽക്ക് ഓർഗൻസയിൽ റോസാപ്പൂവിൻ്റെ പടമുണ്ട് കേട്ടോ. ഈ റോസാപ്പൂവിനെ കാണുമ്പോൾ ഞാൻ ഓർക്കും കേട്ടോ, എന്തോരം റോസാപ്പൂ ഞാൻ ഫേവറേറ്റ് പെയിൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ പിള്ളേരെ പഠിപ്പിക്കേണ്ടായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു റോസാപ്പൊട്ടും പൂക്കളും. എനിക്ക് പടം വരയ്ക്കാണ്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയാം. ഇനിയിപ്പോൾ ഓർമ്മയുണ്ടോ ആർക്കറിയാം, ഒന്ന് ചെയ്ത് നോക്കി അറിയാമോ. നല്ലൊരു സിൽക്ക് ഷോൾ, അതിൽ റോസാപ്പൂ വരച്ച് വെച്ചാൽ നോക്കി, നല്ല ഒരു സൂപ്പർ നല്ല സെറ്റാട്ടോ. ഒരു വെറൈറ്റി സംഭവം ആട്ടോ. ഷോളൊക്കെ ഇങ്ങനെ, ബോട്ടം കോട്ടൺ സിൽക്കിൻ്റെയാണ്. ഇതും 1690 ആണ്. നല്ലൊരു ഫങ്ഷൻ വെയറും വെറൈറ്റി, നമ്മളൊരു വെറൈറ്റി ചുരിദാർ സെറ്റാണ്. നല്ല സിൽക്ക് ഓർഗൻസയാണ്. അതിലൊരു ബനാറസ് ഇങ്ങനെ മുട്ട പോലത്തെ, ആ ഫോട്ടോ എടുത്തില്ലായിരുന്നോ, ക്വിക്കാണ് ഫോണിനൊക്കെ ഇത് പെട്ടെന്ന് എടുത്തോട്ടോ ഇനി ഞാൻ നിൽക്കുമ്പോൾ. 1690 തന്നെയാണ് കേട്ടോ. നല്ല ആഷ് എന്ന് പറഞ്ഞാൽ സിൽവർ കൂടി ആഷ് കളർ. നല്ല സിൽക്ക് ഷോളും ആട്ടോ, നല്ല സിൽക്ക് ഷോളും. ബോട്ടം ഈ റോസാപ്പൂവിൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ കളർ. ഒരു വെറൈറ്റി സെറ്റാണ് 1690. വെറൈറ്റി തിരക്കുന്ന മനുഷ്യർക്ക് ഒത്തിരി നല്ലതാണ്. എല്ലാം നല്ല ഷോള്, നല്ലൊരു സെറ്റ്. ഒരു വെറൈറ്റി സെറ്റാ കാണിക്കണം. എൻ്റെ അമ്മേ, നേരം വെളുത്താൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നീ ഇന്ന് തന്നെ വീഡിയോ പിടിക്കും, ചോറിന് തന്നെ കറി ഉണ്ടാക്കുമെന്ന് ഓർത്ത് ചോദിച്ചുകൊണ്ടിരുന്ന പോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. നമുക്ക് ചില കാര്യങ്ങളില്ലേ, ഇന്ന് എന്ത് കറി വയ്ക്കും, ഇന്ന് എന്ത് ഡ്രസ്സ് ഇടും, ഈ രണ്ട് ചോദ്യം എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഇല്ലേ. എന്തോരം ഡ്രസ്സുണ്ട്, ഇന്ന് എന്ത് ഡ്രസ്സ് ഇടും, ഇന്ന് എന്ത് ചോറ് വയ്ക്കും, ഇങ്ങനെ ചോറല്ല കറി വയ്ക്കും. അതുപോലെയാണ് ഇപ്പോൾ ഇന്ന് എന്ത് വീഡിയോ പിടിക്കുക, വീഡിയോയ്ക്കുള്ള തുണി എന്ത്. ഇതാണ് ഇപ്പോൾ മെയിൻ. ഇതേ ഒറിജിനൽ ക്രേപ്പിൻ്റെ ആട്ടോ. ഇത് സിമ്പിളാണ്. ഇത് താഴത്തോട്ടാക്കാട്ടോ, ഞാനിങ്ങനെ യോക്കിയിട്ട് വെച്ചതെന്നേ ഉള്ളൂ. അടിപൊളി സൂപ്പർ സംഭവം, അടിപൊളി. 1490 ഉള്ളൂ കേട്ടോ. ഇത് കഴുകാവോ എന്ന് ചോദിച്ചാൽ കഴുകായിരിക്കും, പക്ഷേ ഒറിജിനലാണ്. ഡ്രൈ വാഷ് ചെയ്യണമായിരിക്കും ഉചിതം. ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ പ്രോബ്ലം ഇല്ലായിരിക്കും. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടും റെയർ കോമ്പിനേഷനൊക്കെ ആട്ടോ. കണ്ടോ, എല്ലാം ഒരു ഗ്രാൻഡ് റെയർ കോമ്പിനേഷനുകളൊക്കെയാണ്. ഇത് ഷോളിൻ്റെയൊക്കെ കളർ നോക്കി. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ കറക്റ്റ് കളറിൽ തന്നെ, വീഡിയോയിൽ ഏകദേശം 90% കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഫോട്ടോയിലും കറക്റ്റ് ആയിരിക്കും. പിന്നെ അവരോട് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ അവർ താഴെ വെട്ടത്തിലെടുക്കുമ്പോൾ ഒത്തിരി ചേഞ്ച് വരും. നമ്മൾ ഈ ഇടുന്ന ഫോട്ടോയും ഈ എടുക്കുന്ന വീഡിയോയും 90% ഓക്കെ ആയിരിക്കും. ഇതൊരു ബ്രൗൺ പോലത്തെ ഷെയ്ഡാ, ബ്ലാക്ക് അല്ല എന്ന് തോന്നുന്നു അല്ലേ, ഡാർക്ക് ബ്രൗൺ പോലത്തെ. ഇത് ഗ്രീനും യെല്ലോയും. പാൻറ് കോട്ടൺ ബ്ലോക്ക് പ്രിന്റിന്റെ പാൻറ്റാണ്. ഇതിന്റെ ഒറിജിനൽ കോട്ട
2800 900 ഈ വിലയ്ക്ക് ഈ ഒറിജിനൽ നല്ലതാട്ടോ. ഇത്രയല്ലേ വില വരുന്നുള്ളൂ. എത്രയായിരുന്നു വില? നന്ദി എൻ്റെ യേശുപ്പ മറക്കരുത് ഒരു കാര്യം. ഭയങ്കര ഓർമ്മശക്തിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ആ കാര്യമൊക്കെ പ്രാർത്ഥിക്കാൻ വിട്ടുപോവാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്ത. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ യേശുവെ സ്വർഗീയ പിതാവേ, യേശുപ്പ, പരിശുദ്ധാത്മാവേ, അപ്പ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം ആ വിളി കേൾക്കാൻ നോക്കിയിരിക്കുമായിരിക്കും. രാവിലെ കിടന്ന് കൊള്ളിയാൻ പോവാല്ല യേശുപ്പ സ്വർഗീയ അപ്പ അപ്പ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം അത് കേട്ട് സന്തോഷത്തോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ചുമ്മാ പൊട്ടത്തരം അങ്ങനത്തെ ചിന്തകളിലേക്ക് പോകും. അപ്പം ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ഇരുന്നിരുന്ന ആ അഭിഷേകത്തെ ആ ബലപ്പെടണം. അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങളത് കാരണം ശക്തിയായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്നറിയാം. അതൊക്കെ ദൈവത്തിൽ കൂടുതൽ കൂടുതൽ ബലപ്പെട്ടേ മിടുക്കിയ ഒരു മനുഷ്യന് ആത്മീയമായിട്ട് വളരുകയാണ് മിടുക്കിയാവുള്ളൂ. ഓർഡിനറി മനുഷ്യന് ഒരു സുഖമില്ല, ആത്മീയമായിട്ട് വളരും. അപ്പോൾ ആ സെറ്റൊക്കെ സൂപ്പറാട്ടോ. ഇത് കണ്ടോ, ഇതിന് വേറെ ഒരു വൈറ്റിൽ ഇങ്ങനെയുള്ളത് നമ്മൾ കഴിഞ്ഞ കൊണ്ടിട്ടായിരുന്നു. ഇത് കൂടിയ കോട്ടയാട്ടോ, ഒറിജിനൽ കോട്ട, സിൽക്കി കോട്ടയല്ല, കൂടിയ കോട്ടയാണ്. ഇതിൻ്റെ ഒരു കട്ട് വർക്കിൻ്റെ പീച്ചൊക്കെ എനിക്കുണ്ട് പീച്ച് ടോക്കിലിങ്ങനെ വർക്ക്. എത്ര? 1399 ഉള്ളൂ. പക്ഷേ ഈ കോട്ടയുടെ മെറ്റീരിയൽ മറ്റേ സാധാ കാണിക്കുന്ന കോട്ടേനേക്കാളും ഇച്ചിരിയുടെ കൂടിയതാണ്. അടിപൊളി സെറ്റാണ്. ടോൺ പോലെ ഏകദേശം ചേർന്നുള്ള എംബ്രോയിഡറികളാണ്. 1399. കോട്ടയാകുമ്പോൾ നമുക്ക് ആ കോട്ടൻ്റെ ഗുണം കിട്ടും കേട്ടോ. കോട്ടൻ്റെ കുടുംബത്തിലെ വല്യപ്പനായിരിക്കും ഇത്. ചേട്ടാനിയന്മാർ അങ്ങനെയൊക്കെ ഇല്ലേ. ചൂടുണ്ടാവില്ല കോട്ടൺ. ലൈലാക്ക് നല്ല സംഭവങ്ങളാട്ടോ. 1399. ഞാനിങ്ങനെ പ്രയറും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൻ്റെ എൻ്റെ കൂട്ടുകാരി ബിന്ദുവിൻ്റെ മക്കളുടെ കല്യാണമായിരുന്നേ. ഞങ്ങളുടെ ക്ലാസ്സിലെ ആമ്പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അവരിരിക്കുക ചുമ്മാ കളിയാക്കണേ എൻ്റെ ദൈവമേ. ഇനി നീ ആ വീഡിയോയിൽ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ. നീ എന്നിട്ട് അതുപോലെയാണോ യേശുവിൻ്റെ വചനം പോലെ? അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു കേട്ട് ഞാൻ നന്നാവുമെന്ന്. നമ്മൾ വചനം നമ്മൾ ഓർക്കും ആ നിമിഷം ഒന്നും നമ്മൾ നന്നായില്ലെങ്കിലും വചനം നമ്മളിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കും. ഞാൻ നന്നാക്കി നമ്മൾ ബൈബിള് വായിക്കുമ്പോഴും കേൾക്കുന്നവനും വായിക്കുന്നവനും അത് ഫോളോ ചെയ്യുന്നവൻ്റെ പുറകെ സർവ്വ നന്മയും പിമ്പടയാണ്. നമ്മൾ ആ ഫോളോ ചെയ്യാൻ ഓർക്കണം. ദൈവത്തിൻ്റെ കൂടെ തന്നെ നടക്കാൻ. കുറേ കഴിയുമ്പോൾ മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ കേട്ടിരുന്ന് എന്നെ ഇന്ന് പ്രാർത്ഥനയുടെ സുഗന്ധം ഇങ്ങനെ പരക്കും. നല്ല ഗ്രീൻ കേട്ടോ, നല്ല സെറ്റാട്ടോ. 1390. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കാണാൻ വീഡിയോസും കടകളിലൊക്കെ ഒന്ന് പോയി നോക്കിക്കേ. ഇങ്ങനെ നല്ലൊരു സെറ്റുകൾ. ഞാനിപ്പോൾ വലിയ അഹങ്കാരത്തിൽ പറയണതല്ല, ദൈവത്തിൻ്റെ കൃപയാല ഈ അതിമനോഹരമായ 5-8 ജോഡി സെറ്റ് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല. സാരിയും ചുരിദാറും ഒക്കെ എത്രയും സെറ്റ് ഇങ്ങനെ വീഡിയോ ഇടാൻ കിട്ടണമൊക്കെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ മാത്രം മതി. എങ്ങനെയായാലും ദൈവം യേശപ്പൻ അത് ഒപ്പിച്ചു തരുമെന്നുള്ള. ഒരു കോട്ടൺ കാണിക്കാവേ. നല്ലൊരു കോട്ടൺ കേട്ടോ. ബാക്ക് ഇങ്ങനെയാട്ടോ, ഫ്രണ്ട് ഇങ്ങനെ. കോട്ടൺ എന്നാണ് ഇത് വന്നേക്കണേ. പ്യുവർ കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ കോട്ടൺ ആണ്. ഷോളെല്ലാം കോട്ടൺ ആണ്. കോട്ടൺ എന്നാണ് പറഞ്ഞേക്കണത്. ഇത് പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ ആയിരിക്കുമ്പോൾ 1600 ഒക്കെ വരുമായിരിക്കും. മിക്സിങ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും കോട്ടൺ ഷോളൊക്കെയാ. എത്രയാണ്? 950 ഉള്ളൂ. നല്ല സെറ്റല്ലേ ഇത്? ഓർക്കണല്ലേ ഇങ്ങനത്തെ പ്രിൻ്റ് നമ്മുടെ ഒറിജിനൽ ക്രേപ്പിലൊക്കെ വന്നെ ആ മുഖച്ചായയിൽ ഉണ്ടാക്കിയേക്കണേ. നല്ല ഷോളും 950 ഉള്ളൂ. ഇതേ അതിൽ വർക്കുകളും അതിൽ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. വെറും 950 ഉള്ളൂ. സൂപ്പർ സെറ്റാണ്.
നല്ല സെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാണുന്നതൊക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ത്രൂ നമ്പറില്ല വാട്സപ്പ് ആ പിള്ളേരോട് പറഞ്ഞാൽ മതി. കുറേ ഞാൻ ഇപ്പോൾ റീസ്റ്റോക്ക് വരുത്തി കൊടുക്കണ്ടേ, ഒത്തിരി സാധനം റീസ്റ്റോക്ക് വരുത്തി ആൾക്കാർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ചിലത് കുറേ നാൾ കഴിഞ്ഞാൽ റീസ്റ്റോക്ക് കിട്ടണം, അപ്പോഴാണ് നമ്മൾ റീസ്റ്റോക്കായിട്ട് വീഡിയോ ഇടുന്നത്. ചിലത് ഇങ്ങനെ റീസ്റ്റോക്ക് വന്നാൽ ഇവിടെ വീഡിയോയ്ക്കൊന്നും കാണില്ല, കിട്ടണം അപ്പടിയും ചിലവാകാറുണ്ട്. അത് ഗ്രീൻ സഫയർ ഗ്രീൻ ഇത് എല്ലാം നല്ലതാട്ടോ. ബോട്ടമൊക്കെ ഇത് ഇങ്ങനെ നല്ല രസമില്ലേ. വില 950 രൂപയുള്ളൂ, 950 ഉള്ളൂ. നല്ല സെറ്റാട്ടോ. അടിപൊളി സെറ്റാണ്. ഇപ്പൊക്കെ സെറ്റ് എടുത്ത് തയ്ക്കുകയാണെങ്കിൽ തയ്യക്കാർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. തയ്ക്കാൻ കൊടുക്കുമ്പോൾ അവർക്കും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇപ്പോൾ ഓഫ് സീസൺ അല്ലേ, അപ്പം നമ്മൾ ആ തിരക്ക് പിടിച്ച ഏപ്രിലൊക്കെ ആകുമ്പോൾ കൊടുത്താൽ തയ്ച്ചും കിട്ടില്ല. പിന്നെ അവർക്ക് അഹങ്കാരം നോക്കും, അവർക്ക് ചെയ്യാവുന്നതല്ലേ പറ്റുള്ളൂ. ഇപ്പം അവർക്ക് അവരുടെ കുടുംബം പോറ്റാനും ഒക്കെ നല്ല നമ്മുടെ കടയിൽ തയ്ക്കണ കാര്യമല്ല, എവിടെയായാലും ഇങ്ങനെ ഓഫ് സീസൺ അല്ലേ. അപ്പോൾ ഇപ്പോഴൊക്കെ സെറ്റുകൾ എടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ സമയം അധികം തിരക്കില്ലാത്ത സമയത്ത് നല്ല ചുരിദാർ സെറ്റുകളൊക്കെ കിട്ടും. ഇത് സ്റ്റോണിൻ്റെ കുറേ നാളായില്ല സ്റ്റോണിൻ്റെ കാണിച്ചിട്ട്. ഇത് സ്റ്റോൺ അതിൽ കാണാൻ പറ്റുമോ? കാണാം, യോക്കിൽ സ്റ്റോൺ. ഇത് ഫുള്ള് സ്റ്റോൺ ഉണ്ട് കേട്ടോ. കണ്ടവർക്കുണ്ടാവും. ഞാനൊക്കെ ആശാങ്കളരി നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടോ? ആശാങ്കളരിയിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ മണൽത്തരി കിട്ടില്ല, ഒരു ടിന്നിലിട്ടിട്ട് മണൽത്തരി പോലെ നിന്നാണ്. എൻ്റെ അമ്മൂടെ പുഴയുടെ തീരത്ത് അപ്പം പോകുമ്പോൾ ഇങ്ങനെ ഒരു പൗഡർ ടിന്നിലൊക്കെ മണൽ കൊണ്ടുവരും. എൻ്റെ അമ്മ എന്ത് ഡിമാൻഡാ, എൻ്റെ സ്വന്തം നാട്ടിൽ അവിടെ മണൽ കിട്ടാനില്ല, അപ്പോൾ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. എൻ്റെ പൊണ്ണ് ചുമ്മാ വാരിക്കൊണ്ട് വന്നേ. ഇത് വിത്ത് ലൈനിങ് ആണ് 899. നല്ലതാട്ടോ. വിചിത്ര സിൽക്കിൽ സ്റ്റോൺ വർക്കും ഇഷ്ടം പോലെ ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാവുന്ന സെറ്റാണ്. ക്യാഷ്വലായിട്ടും ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് എപ്പോൾ കൊണ്ടുവന്നാലും ഒറ്റ പീസില്ലാണ്ട് വിറ്റ് തീരണ സംഭവം. അത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റോക്ക് എടുക്കണം. നല്ല സാധനമാണ്. ഈ വിലയ്ക്ക് അനുസരിച്ച് ഇതേ ഷോള് ഫുള്ള് സ്റ്റോണാണ്. 899 രൂപയ്ക്ക് സൂപ്പർ. നല്ല കളേഴ്സോ, നല്ല ഓനിയൻ പിങ്ക്, ആദ്യമായിട്ട് ടീൽ ബ്ലൂ ആണ്, ഓനിയൻ പിങ്ക്, ബോട്ടിൽ ഗ്രീൻ, നല്ല കളേഴ്സാണ്. ബോട്ടിൽ ഗ്രീൻ, റെഡിഷ് മെറൂൺ, വിചിത്ര സിൽക്കിൽ ഈ ഡാർക്ക് കളേഴ്സ് എല്ലാം അടിപൊളി സംഭവങ്ങളാട്ടോ. നല്ല സെറ്റുകൾ. എൻ്റെ കൂട്ടുകാരി ലീമോൾസ് കറിയ വന്നു. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള നമ്മൾ എൻ്റെയൊക്കെ പേര് സുനിയമ്പി. അപ്പോൾ എന്നെ കാണുന്നത് ഞങ്ങൾ നിമിഷിൽ കൂട്ടാണ്ട് ആരെയും വിളിക്കില്ല, എടി സുനിയമ്പി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ ലീമോൾസ് കറിയ. അവൾ 10-15 വയസ്സിൽ ഞാൻ കണ്ടിട്ട് ലീമോൾസ് കറിയ ഇപ്പോൾ അമേരിക്കയിലാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചു, ലീമോൾന്ന് എൻ്റെ പേര് നീ എന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലീമോൾസ് കറിയാണെന്ന്. അവൾ ഞെട്ടിപ്പോയി. ഞാൻ ഇനിഷ്യൽ കൂട്ടിപ്പന്നിട്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞു ലീമോൾസ് കറിയ മാറിയിട്ടോ അങ്ങനെ അറ്റത്ത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞുമൊക്കെ രൂപ എൽദോ എന്നുള്ളതിന് അവൾ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ മാറ്റൂല. എനിക്കും അതാട്ടോ ഇഷ്ടം. നമ്മുടെ ആമക്കൾ പേര് മാറ്റുന്നില്ലോ. അങ്ങനെ നമ്മൾ ശരിക്കും നമുക്കടെ അപ്പൻ്റെ പേരല്ലേ പെണ്ണാകുമ്പോൾ അത് മാറ്റണം, തെറ്റല്ലേ? ഇപ്പം എല്ലായിടത്തും മാറ്റുന്നില്ലെന്ന്. കാരണം കുഞ്ഞിലെ നേരത്തെ പാസ്പോർട്ടൊക്കെ എടുക്കുക, അപ്പം മൊത്തം അത് മാറ്റുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലായിടത്തും മൊത്തം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു ആദ്യം കേട്ടപ്പോൾ എന്നോട്ട് പിന്നെ ഉണ്ണിക്കൂടെ ഒരു പ്രോബ്ലം ഇല്ല, എന്ത് ചെയ്താലും പ്രോബ്ലം ഇല്ല. അപ്പം എന്നെ പൗലോ കുഞ്ഞിൻ്റെ അറ്റത്ത് ആർത്തർന്നല്ലേ പറഞ്ഞേ, അല്ല ആർത്തർന്ന അവൻ്റെ പേര്, ആർത്തർ എൽദോ. അപ്പോൾ ഇങ്ങനെ പറയുക. അപ്പോൾ എനിക്കും അത് ഇഷ്ടമായിരുന്നു കേട്ടോ. അല്ല അപ്പന്മാരുടെ പേര്. ഇപ്പം മക്കൾ
പെൺമക്കളൊക്കെ ഒരു പ്രത്യേകത, ആമക്കൾക്ക് വേറെ പ്രത്യേകത, ഒക്കെ തെറ്റല്ലേ? എല്ലാവരും എന്നോട് ചോദിക്കും സ്ത്രീവാദിയാണ് ഞാൻ. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നിട്ട് എനിക്ക് 2 ആമക്കളും വന്ന് ഓർക്കണേ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഈ സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും ഞാൻ റേസാകും. എന്തിനാ പെണ്ണിൻ്റെ സ്ത്രീധനം കൊടുക്കണം? കുടുംബത്തിലെ സ്വത്തിൻ്റെ അവകാശമല്ലേ കൊടുക്കണ്ടേ? എന്നിട്ട് എന്തെങ്കിലും തടി വെട്ടി വിറ്റ് അല്ലെങ്കിൽ എണ്ണ എരിച്ചിട്ട് ഇഞ്ചിയൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടോട്ടെ. ചില സ്വർണ്ണമൊക്കെ മേടിച്ച് ചില പൈസയും കൊടുത്തേ സ്വത്തെല്ലാം ആമക്കൊക്കെ. എന്നിട്ട് സ്ത്രീധനം കൊടുത്തു കെട്ടിച്ചു എന്നൊരു പേരും ആകും. സ്ത്രീധനം ചോദിച്ചവർക്കും കുറ്റം, സ്ത്രീധനം കൊടുത്തവർക്കും കുറ്റം. മൊത്തം പ്രശ്നമല്ലേ ഈ മൊത്തം. ആ മുതല അവിടെ കിടന്നാൽ പോരെ? ഇങ്ങനെ ശരിക്കും അങ്ങനെയൊക്കെ സ്വന്തം വീട്ടിൽ ഓരോ വീട്ടിൽ നിയമം ഉണ്ടാക്കി ഈ പെണ്ണുങ്ങളായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടു സ്ത്രീധനത്തിന്. അത് അവന് ഓരോ വീട്ടിലും തീരുമാനം എടുത്താൽ പോലെ. എൻ്റെ മകനെ പോലെ തന്നെ എൻ്റെ മകളും ഈ സ്വത്തിന് എൻ്റെ മകനും മകളും തുല്യ അവകാശിയാണെന്ന് ഓർത്താൽ ഈ സ്ത്രീധനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരോട് പറയണം എൻ്റെ കാലശേഷം എൻ്റെ മകനെ പോലെ ഇതിൽ അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരേടത്ത് സ്ത്രീധനവും ചോദിക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആരും അങ്ങനെ പറയില്ല. ആ മക്കളെ സ്നേഹിക്കണ പോലെ പെൺമക്കളെ സ്നേഹിക്കണില്ല. അത് ഞാൻ അതിനെ മാതൃകയായിട്ട് എനിക്ക് പെങ്കൊച്ചുണ്ടാകുമ്പോൾ കൊടുത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെങ്കൊച്ചുണ്ടായില്ല. അപ്പോൾ നല്ലൊരു കളറല്ലേ? സൂപ്പർ കളറല്ലേ? എനിക്ക് 2 ആപ്പിള്ളേർ. $890 ആട്ടോ, വിത്ത് ലൈനിങ് ആട്ടോ. നല്ലൊരു ഗ്രീൻ കളർ, പേസ്റ്റ കളർ. പക്ഷെ സ്പീഡിൽ പോകാൻ കുറേ സെറ്റ് ഉണ്ട്. അയ്യോ 20 മിനിറ്റായോ? 21 ആ, എന്നാൽ സ്പീഡ് കൂട്ടാം. ബ്രിക്ക് കളർ. അയ്യോ, ഷെയർ ചെയ്യണ കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് മറക്കരുത് കേട്ടോ. കണ്ടിട്ട് പോകുമ്പോൾ ഷെയർ ചെയ്യണേ. ഞങ്ങളുടെ സമ്മാനം 1000 രൂപയുടെ സമ്മാനം കിട്ടും. 1000 രൂപയൊന്നും അല്ല, പക്ഷേ ഇത് യേശുബ്രാൻ അനുഗ്രഹിക്കും. ഒന്ന് ഷെയറൊക്കെ ചെയ്താൽ അതൊരു വലിയ സഹായം. ഇത് കാണിച്ചില്ല. ഇതിൻ്റെ ഒരു കളർ, ഇതിൻ്റെ പല ഒരേ പ്രിൻ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കളർ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ മറ്റേ ഡിസൈനൊന്നും വിടത്തണില്ല കേട്ടോ, സമയം കിട്ടില്ല. നമ്മുടെ ബാത്തിക്കാണ് 899. ഇത് പക്ഷേ എപ്പോൾ കാണിച്ചാലും ഇത് ചോദിച്ചോണ്ട് ഇതിൻ്റെ റീസ്റ്റോക്ക് 2 കെട്ട് വന്നു, അതും തീർന്നു. പിന്നെ ഞാനൊരു 3-4 കെട്ടെടുത്ത. പക്ഷേ എല്ലാം ഡിസൈൻ വ്യത്യാസമാണ്, ഒരേ സെയിം മഞ്ഞില്ല. പണ്ടങ്ങനെ കിട്ടുമായിരുന്നു, ഇപ്പോൾ മഞ്ഞില്ല. 899 ഉള്ളൂ. ഇത് നല്ല കളറാണ്, ഡാർക്ക് ബ്രൗൺ. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വേഗം കാണിച്ചേക്കാവേ. ഇതിലേതെങ്കിലുമൊക്കെ ഡിസൈൻ കിട്ടുവേ. ഫോട്ടോ എടുത്തോ. എല്ലാ കെട്ടിലും മാറിയ ഡിസൈൻ എന്നാ ചെയ്യാം. ചിലതൊക്കെ ചിലതിൻ്റെയൊക്കെ വന്നു. ഇത്ര ഒത്തിരി സമയം വേണം വീഡിയോ ഇത് കാണിക്കാൻ. നല്ല സ്റ്റൈലല്ലേ? ഇത് ഇട്ടാലും ഒരു സ്റ്റൈലാട്ടോ. ചവിട്ടി പറിച്ച് കഴുകുകയോ പിടിക്കുകയോ അലക്കുകയോ ഒന്നും ഇത്രയും ചെയ്തു. ആകെ വില 899 രൂപയുള്ളൂ. നല്ല സംഭവമാണ്. അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് എടുത്തോട്ടോ. ഇപ്പം ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം തയ്ച്ച് വെച്ച് നമുക്ക് ഏപ്രിൽ അടിച്ച് പൊളിക്കാവേ. ഏപ്രിൽ നമ്മുടെ പുതിയ കടയുടെ ഉദ്ഘാടനം. എല്ലാവരും ചോദിച്ചു ആരാ മനെ. നല്ലൊരു ആഷ് കൂടിയ ബ്ലൂ ആട്ടോ. അല്ല സോറി, ഞാൻ കളറ് പറഞ്ഞില്ലോ എന്ന് ഓർത്തു. എനിക്ക് പറ്റില്ല. അവരെല്ലാം കണ്ണുപിടിക്കും ആരാ മന്നേന്ന് പറയാൻ. ആർക്കറിയാം? എനിക്കറിയാമല്ലോ. എനിക്ക് പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ്. മോഹൻലാൽ നമ്മുടെ തുണിക്കട ആരാ ഉദ്ഘാടനം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ തട്ടുമായിരുന്നു. നാവി പറയണ സംഭവിക്കില്ല, ഇനി പറയാൻ പറ്റുമല്ലോ, മനുഷ്യൻ്റെ അവസ്ഥയല്ലേ. മോഹൻലാൽ വരാൻ പാടില്ലായി ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കണേ. നല്ല ഇല്ലേ, എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് മോഹൻലാലൊക്കെ. പക്ഷേ ഇല്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. $899 ഉള്ളൂ. അടിപൊളി സംഭവങ്ങളാണ്. നല്ല ഷോളും നല്ല സെറ്റും. ആർക്കെങ്കിലും പ്രസൻറ്റ് കൊടുക്കണേലും പോയെന്ന് ആരും കംപ്ലൈൻറ്റ് പറയില്ല.
ഒരു സെറ്റിനും ചൂടുമില്ല കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ സെറ്റിന് ചൂടില്ലായിരുന്നു, ഇപ്പോൾ ചൂടൊന്നുമില്ല. എല്ലാം കോട്ടൺ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യണത്. സാരികളായാലും ഒറിജിനൽ കാഞ്ചീപുരം കൊടുക്കണ ചൂടും ബഹളമൊന്നും ഓർഡിനറിക്ക് പോകില്ല. 899 നല്ല പിങ്ക്, മെറൂൺ, കത്താവ് എന്തോരം കളറാണ്. ഇഷ്ടംപോലെ കളറുണ്ട്. നല്ല തെളിയോളും ചോക്ലേറ്റ് കളറേ, ചോക്ലേറ്റിൻ്റെ കളറല്ലേ, നല്ലൊരു സൈസ് ബ്രൗൺ. ഇതൊന്നും വരാറില്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ കളേഴ്സും. $899. അടിപൊളി സംഭവം. $899. അടിപൊളി അടിപൊളി. ഇത് പ്രിൻ്റൊക്കെ കണ്ടല്ലോ അല്ലേ. സഫയർ ഗ്രീൻ ആട്ടോ അടുത്തത്. $899. നല്ല ആഷ്, ഫ്രണ്ട് നല്ല നല്ല ഫ്രണ്ടുകളാട്ടോ. കോട്ടം പീച്ച് കളർ കോട്ടം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് അടിക്കാം. അതിന് കഷ്ടപ്പെടണ്ട, സെയിം കോട്ടം തന്നെ അടിച്ചു. സ്പീഡിൽ കാണിക്കട്ടെ. സ്പീഡ് കുറവായ എനിക്ക് തന്നെ കാണുമ്പോൾ ബോറടിക്കും എൻ്റെ വീഡിയോ. സ്പീഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രായം കുറവ്. ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര സ്പീഡല്ലേ. സ്പീഡ് കുറവ് ചിലർ ഇങ്ങനെ വീട്ടിലെ പണിക്കൊക്കെ വരുമ്പോൾ എന്ത് സ്പീഡാണ്. ചിലർ വരുമ്പോൾ ഇങ്ങനെ അവാർഡ് സിനിമ പോലെ. അതാണ് നമ്മൾ എല്ലാവരും പ്രായം കുറഞ്ഞവരെ ജോലിക്ക് വരുന്നത് അല്ലേ. പ്രായം കൂടുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയും. ഇതേ ഇല്ല, എനിക്കൊക്കെ സ്പീഡ് അധികമാവുക യേശുവിൻ്റെ കൃപയാൽ. നല്ല യെല്ലോ അല്ലേ, ഗോൾഡൻ യെല്ലോ. യെല്ലോ അല്ലേ ഇത്, ഗോൾഡൻ കളർ അല്ലേ. ഞാൻ തെറ്റിപ്പോയി. ഞാൻ വീഡിയോയിൽ ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇച്ചിരി ഒരു യെല്ലോയും കൂടെ കൂടിയതല്ലേ. ശരിക്കും ഗോൾഡൻ കളർ അല്ലേ. നല്ലതാട്ടോ. ഇങ്ങനെ ഈ കളറൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഈ കളറൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അല്ലേ. തവണ കിട്ടിയ ഒരു അസറ്റാട്ടോ ഈ കളറ്. 899. 28 2-3 സെറ്റ് കൂടെ കാണിക്കാൻ എടുത്തു വെച്ചാൽ മതി. അടുത്ത വീഡിയോ കാണിക്കാം. അത് തന്നെ നല്ലൊരു സെറ്റാട്ടോ. വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു സോഫ്റ്റ് സെമി സിൽക്കാണ്. ഇത് ഒരു ആഷ് കൂടിയ ബ്ലൂ. അടിയിൽ ഇങ്ങനെ വർക്കുണ്ട്. ടോപ്പിൻ്റെ ഫുള്ള് വർക്കുണ്ട്. ബോട്ടം ഇങ്ങനെ ഒരു സെമി സിൽക്കാണ്. ഷോളൊക്കെ നല്ല ലിനൻ ഷോളൊക്കെ ആട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. 790 രൂപയുള്ളൂ. ഷോള് വെച്ച് നല്ലതല്ലേ. 790 ഇത് നല്ലതല്ലേ. അതാണ് അതിൻ്റെ ഭംഗി. ഒരു നല്ലൊരു ഞാവൽപ്പഴമൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ കളറിൻ്റെ ലൈറ്റാണ് നാളെ ആദ്യം കാണിച്ചത്. ഈ കളർ ഇപ്പോഴത്തെ ഫാഷൻ കളറാണ് ഈ വർഷത്തെ. അതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞത്. സ്തോത്രം. അതെ, ഇതെല്ലാ സെറ്റിലും ഇപ്പോൾ ഈ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഈ വർഷത്തെ ഫാഷൻ കളർ 2024 കളർ. കഴിഞ്ഞ വർഷം അതിൻ്റെ പൗഡർ ബ്ലൂ അല്ലായിരുന്നു. ഞാൻ കളർ എടുത്തു. പൗഡർ ബ്ലൂ ആവശ്യമുള്ളവർ പൗഡർ ബ്ലൂ എടുത്തു. ലിനൻ്റെ ഷോളുമാണ്.
790 സൂപ്പർ സംഭവമാട്ടോ. ഇതൊരു ആഷ് കൂടിയ ബ്ലൂ, എല്ലാം ഒരു പേസ് ചാട്ടൊക്കെയാണ്. ബോട്ടം ഇങ്ങനെ ഒരു സെമി സിൽക്ക് ബോട്ടമാണ്. 790 ഉള്ളൂ. ഫങ്ഷനും ഇടാം, അല്ലാണ്ടും ഇടാം. ഈ വിലയൊന്നും അല്ല ഷോളൊക്കെ കാണുമ്പോൾ തോന്നിക്കണതേ. മൊത്തം വർക്കും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു വില തോന്നിക്കില്ലേ. അരമണിക്കൂർ എന്നെ സഹിച്ചതിന് ഒത്തിരി യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഷെയർ ചെയ്യണം. യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ അടിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ വീഡിയോസ് പിന്നെയും വരികയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആ സഹകരണത്തിന് യേശുമ്പരാൻ ഈ ക്ഷാമകാലത്ത് ഞങ്ങളെ ക്ഷേമത്തോടെ പോറ്റി പുലർത്തുന്ന ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ യേശുമ്പരാൻ നിറഞ്ഞ് സമൃദ്ധിയാൽ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.